ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 12 മുതൽ 14 വരെ അധ്യായങ്ങൾ ചേർന്ന 4-ാം ഭാഗം പഠിക്കുവാൻ നാം ആരംഭിച്ചു. 12-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. കാലത്തിൻ്റെ തകവിൽ ലോകരക്ഷകനായ യേശു ക്രിസ്തു ഇസ്രായേലിൽ നിന്നും ഉദ്ഭവിച്ചു വരുന്നതും ശത്രുവായി സാത്താനെ പരാജയപ്പെടുത്തി സ്വർഗത്തിൽ തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതും നാം കണ്ടു. ഉടനെ മിഖായേലും അവൻ്റെ ദൂതന്മാരും സാത്താനോടും അവൻ്റെ ദൂതന്മാരോടും യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നതും നമ്മൾ കണ്ടു. ഇന്ന് നമുക്ക് ബാക്കി നോക്കാം. 8-ാം വാക്യം മുതൽ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 8ഉം 9ഉം വാക്യങ്ങൾ. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. സ്വർഗത്തിൽ നടന്ന യുദ്ധത്തിൻ്റെ അനന്തരഫലം ഇതായിരുന്നു. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടില്ല. പിന്നീട് ഒരിക്കലും കണ്ടില്ല എന്ന അർത്ഥത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കാരണം സാത്താനെയും അവൻ്റെ ദൂതന്മാരെയും ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. പഴയ പാമ്പ് ഏദൻ തോട്ടത്തിൽ ഹവ്വായുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പാമ്പിനെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ സ്ഥലം സൃഷ്ടിയുടെ മകുടമായി ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ വശീകരിച്ച് അവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചതോടെ സാത്താനും അവൻ്റെ ദൂതന്മാരും സ്വർഗത്തിൽ പ്രത്യേക സ്ഥലം കരസ്ഥമാക്കി എന്ന് നമുക്ക് ചിന്തിക്കാം. അന്നു മുതൽ അവനും അവൻ്റെ ദൂതന്മാരും സ്വർഗത്തിൽ സ്ഥിരവാസികളായിരുന്നു. അടുത്ത വാക്യത്തിൽ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ. രാപ്പകൽ കുറ്റം ചുമത്തുക എന്ന് പറഞ്ഞാൽ നിരന്തരം കുറ്റം ചുമത്തുക എന്നാണെന്ന് നമുക്കറിയാം. സ്വർഗത്തിൽ സാത്താൻ്റെ സ്ഥിര സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാത്താനെ പുറത്തു തള്ളിക്കളയുന്നതായി കർത്താവും പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 12:31. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. കർത്താവ് ഭൂമിയിലെ തൻ്റെ ശുശ്രൂഷ തികച്ച് സ്വർഗത്തിലേക്ക് പോകുവാൻ അടുത്തിരിക്കുമ്പോൾ ഈ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണിത്. അതിൻ്റെ 23-ാം വാക്യത്തിൽ കർത്താവ് അത് വ്യക്തമാക്കിയിരിക്കുന്നു. യോഹന്നാൻ 12:23. യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. തൻ്റെ സ്വർഗാഗമനത്തോടെ സാത്താൻ അവിടെ നിന്നും പുറന്തള്ളപ്പെടുന്നത് ആത്മാവിൽ ദർശിച്ച് സംസാരിക്കുകയായിരുന്നു താൻ ചെയ്തത്. 10-ാം വാക്യം. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. മഹാസർപ്പത്തെയും അവൻ്റെ ദൂതന്മാരെയും സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ ഉടനെ ഒരു മഹാശബ്ദം അപസ്വലൻ കേൾക്കുന്നു. ദൈവദൂതന്മാരുടെ ഒരു മഹാഘോഷം. കഴിഞ്ഞ ഭാഗത്തിൻ്റെ അവസാനം 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ 7-ാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിലൊരു മഹാഘോഷം അപ്പസ്തോലൻ കേട്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം കണ്ടു. ആത്യന്തിക വിജയത്തിൻ്റെ മഹാഭേരിയായിരുന്നു അത്. കാരണം അത് യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനും ലോകാവസാനത്തിന് മുന്നോടിയായി 7-ാം കാഹളം ധ്വനിച്ചപ്പോൾ സ്വർഗത്തിൽ കേട്ട ഘോഷമാണ്. ഇവിടെ ദൂതന്മാർ മഹാശബ്ദത്തോടെ ഘോഷിക്കുന്നത് ആദ്യ വിജയത്തിൻ്റെ ഘോഷമാണ്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെയും സാത്താനെയും പരാജയപ്പെടുത്തി ലോകത്തിൽ തൻ്റെ മഹിമാസനത്തിൽ ഇരുന്ന് വാഴുവാൻ ആരംഭിച്ചിരിക്കുകയാണ്. ദൂതന്മാരുടെ കോശത്തിൽ നിന്ന് തന്നെ നമുക്കിത് വ്യക്തമാകും. നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. സ്വർഗത്തിൽ നിന്നും സാത്താനെയും അവൻ്റെ ദൂതന്മാരെയും തള്ളിക്കളഞ്ഞപ്പോൾ എന്തൊക്കെയാണ് തുടങ്ങിയതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ തുടങ്ങി.
എബ്രായർ 9:11-12 വാക്യങ്ങൾ. ക്രിസ്തുവോ ഒരുപാട് നന്മയുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തെളിവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണത്താൽ പാപത്തിന് പരിഹാരം വന്നതോടെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷ തുടങ്ങി. രണ്ടാമതായി ദൈവത്തിൻ്റെ ശക്തി തുടങ്ങി. ലൂക്കോസ് 11:21-22 വാക്യങ്ങൾ. ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവനെ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചുപറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു. സാത്താൻ കൈവശപ്പെടുത്തി തൻ്റെ അധികാരത്തിന് കീഴിൽ വച്ചിരുന്ന മനുഷ്യരിൽ ഒരു വിഭാഗത്തെ ദൈവം വിടുവിച്ച് തൻ്റെ രാജ്യത്തിലാക്കി. അങ്ങനെ സാത്താൻ്റെ രാജ്യത്തിന്മേൽ ദൈവത്തിൻ്റെ ശക്തി തുടങ്ങി. മൂന്നാമതായി ദൈവത്തിൻ്റെ രാജ്യം തുടങ്ങി. വെളിപ്പാട് പുസ്തകം 1:6 വാക്യത്തിൽ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായി ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനും ആയവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യരെ വിലയ്ക്ക് വാങ്ങി സ്വർഗീയ പൗരന്മാരാക്കിയപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം തുടങ്ങി. നാലാമതായി ക്രിസ്തുവിൻ്റെ ആധിപത്യം തുടങ്ങി. സാത്താൻ്റെ ആധിപത്യത്തിന് കീഴിൽ ആയിരുന്ന ജനം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടപ്പോൾ മുതൽ അവരുടെ മേൽ ക്രിസ്തുവിൻ്റെ ആധിപത്യം തുടങ്ങി. 2-3 വാക്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ദാനിയേൽ 7:13-14 വാക്യങ്ങൾ. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവൻ്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ദാനിയേൽ പ്രവാചകൻ തൻ്റെ രാത്രി ദർശനങ്ങളിൽ കണ്ട ഈ ദർശനം മരിച്ച അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത യേശു ക്രിസ്തു സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ അവനവിടെ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിക്കുന്ന സംഭവമാണെന്ന് നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ പ്രവചനം ഇവിടെ നിറവേറുകയാണ്. അവൻ്റെ ആധിപത്യം തുടങ്ങി, അതുപോലെ അവൻ്റെ രാജ്യവും തുടങ്ങി. ആദം മുതൽ തൻ്റെ വരവിനെ പ്രത്യാശയോടെ നോക്കിപ്പാർത്ത പഴയ നിയമ വിശുദ്ധന്മാരെ ക്രിസ്തു തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി സഭയെ പണിതത്, ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമായത്, ഇസ്രായേലിന് 70 ആഴ്ചവട്ടം നിയമിച്ചതിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം നിറവേറിയത്, ഇങ്ങനെ ദൈവപദ്ധതിയുടെ നിർണായകമായ നിറവേറൽ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്താൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. 11 വാക്യം. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. വിശുദ്ധന്മാർ സ്വന്തം പ്രാണനെ പോലും സ്നേഹിക്കാതെ ക്രിസ്തുവിനെ പ്രതി ജീവൻ കളയേണ്ടി വന്നാലും കുഞ്ഞാടിൻ്റെ രക്തത്തിലുള്ള വിശ്വാസത്താലും സാക്ഷ്യവചനത്താലും സാത്താനെയും അവൻ്റെ സകല തന്ത്രങ്ങളെയും ജയിക്കുന്നു. ദൈവമക്കൾക്ക് സാത്താനെ ജയിക്കുവാനുള്ള 2 പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള വിശ്വാസവും സാക്ഷ്യവചനവും. 12 വാക്യം. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും വയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവജനത്തെ സദാസമയവും ദൈവസന്നിധിയിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞിരിക്കിയാൽ സ്വർഗത്തിനും അതിൽ വസിക്കുന്നവർക്കും ആനന്ദിക്കാം. കാരണം സ്വർഗത്തിൽ പോലും അവൻ നിരന്തരമായി ശല്യം തുടരുകയായിരുന്നു. സാത്താനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞിരിക്കിയാൽ ഭൂമിക്കും സമുദ്രത്തിനും വലിയ കഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം തനിക്കിനി അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് പിശാച്
മഹാക്രോധത്തോടെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധന്മാർ കരുതലോടും ശ്രദ്ധയോടും കൂടി ആയിരിക്കണമെന്ന് പത്രോസ് അപ്പോസ്തലൻ സഭയെ ഉദ്ബോധിപ്പിക്കുന്നു. 1 പത്രോസ് 5:8 അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായി പിശാച് അലർന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അല്പകാലം കഴിഞ്ഞാൽ അവൻ തീപ്പൊയ്യിൽ തള്ളപ്പെടുമെന്ന് അവനറിയാം. വെളിപ്പാട് പുസ്തകം 20:10 നാം അത് കാണുന്നുണ്ട്. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. 13-ാം വാക്യം: തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. മാനവരാശിയുടെ വീണ്ടെടുപ്പിനായി ഒരുക്കിയിരുന്ന ദൈവിക പദ്ധതികളെ തകിടം മറിക്കുവാൻ മഹാസർപ്പം നടത്തിയ സകല ശ്രമങ്ങളും നിഷ്ഫലമായി തീർന്നു. ആൺകുട്ടിയെ തിന്നുകളയുവാൻ അവന് കഴിഞ്ഞില്ല. ക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ്റെ ജനനത്തിങ്കൽ മുതൽ സാത്താൻ പലവിധത്തിലുള്ള കെണികൾ ഒരുക്കി നോക്കി. ഹെരോദാവ് മുഖാന്തരം കുഞ്ഞുങ്ങളെ കൊല്ലിച്ചത് മുതൽ കുറ്റമില്ലാത്തവനെ മരണത്തിന് ഏൽപ്പിച്ചതുവരെ. എന്നാൽ ഒന്നും ഫലം കണ്ടില്ല. ഒടുവിൽ സ്വർഗത്തിൽ അവൻ കൈയിറക്കി വെച്ചിരുന്ന അവൻ്റെ സ്ഥലത്തു നിന്നും അവനെയും അവൻ്റെ ദൂതന്മാരെയും തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവൻ അരിശം പൂണ്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ, ദൈവത്തിൻ്റെ ഇസ്രായേലിനെ അല്ലെങ്കിൽ സഭയെ ഉപദ്രവിച്ചു തുടങ്ങി. 14-ാം വാക്യം: അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. സഭയ്ക്ക് മരുഭൂമിയിലേക്ക് പറന്നു പോകുവാൻ കഴുകിൻ ചിറക് ലഭിക്കുന്ന ചിത്രം സമാന്തരമായി മറ്റൊരു വേദഭാഗത്തേക്ക് നമ്മെ എത്തിക്കുന്നു. പുറപ്പാട് പുസ്തകം 19:4 വാക്യം: ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. മിസ്രയീം അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ ദൈവത്തിൻ്റെ സംരക്ഷണയിലും കരുതലിലും ആക്കി വെച്ചു. അതുപോലെ പിശാചിനെ പരാജയപ്പെടുത്തി അവൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇസ്രായേലായ സഭയെ രക്ഷിച്ച് ഈ ലോകമാകുന്ന മരുഭൂമിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മറവിൽ സൂക്ഷിക്കുന്ന ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. സർപ്പത്തോടകലെ സാത്താന് തൊടാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ആക്കി വച്ചിരിക്കുന്നു. ഒരു കാലം, ഇരുകാലം, അരക്കാലം, 1 വർഷവും 2 വർഷവും അരവർഷവും എന്ന് പറഞ്ഞാൽ 3.5 വർഷം. സഭയെ സാത്താൻ തൊടാതെ വണ്ണം ഈ ലോകമാകുന്ന മരുഭൂമിയിൽ പോറ്റി രക്ഷിക്കുന്ന കാലം സഭാ കാലഘട്ടം. ജാതികൾ വിശുദ്ധ നഗരത്തെ ചവിട്ടുന്ന 42 മാസം, സാക്ഷികൾ പ്രവചിക്കുന്ന 1260 ദിവസം, സഭയെ മരുഭൂമിയിൽ പോറ്റി രക്ഷിക്കുന്ന ഒരു കാലം, ഇരുകാലം, അരക്കാലം. വെളിപ്പാട് പുസ്തകം 13 കാണുന്ന മൃഗത്തിൻ്റെ പ്രവർത്തന കാലമായ 42 മാസം. ഇതെല്ലാം സഭാ കാലയളവിന് പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്ന കാലമാണ്. ഇത് യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷാ കാലത്തിന് സമാന്തരമാണെന്ന് നേരത്തെ നാം കണ്ടു. അതുപോലെ പഴയ നിയമത്തിലും ഈ കാലത്തിന് സമാന്തരമായ ഒരു കാലമുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-18 അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ആ കാലഘട്ടം ഏലിയ പ്രവാചകൻ ദേശത്ത് മഞ്ഞും മഴയും പെയ്യാതെ ആകാശത്തെ അടച്ചു കളഞ്ഞ 3.5 വർഷക്കാലമാണ്. യാക്കോബ് അപ്പോസ്തലൻ ആ കാലത്തെ എടുത്തു പറഞ്ഞിരിക്കുന്നു. യാക്കോബ് 5:17. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ആ കാലത്ത് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണമനുസരിച്ച് ജീവിച്ച ദൈവജനം പീഡിപ്പിക്കപ്പെടുകയും വലിയ കഷ്ടതയിലൂടെ അവർ കടന്നു പോവുകയും ചെയ്തു. എങ്കിലും ആ കാലത്ത് ദൈവം അത്ഭുതകരമായി അവരെ പോറ്റിപ്പുലർത്തി. ഒടുവിൽ ബാലിൻ്റെ പ്രവാചകന്മാരെല്ലാം കൊല്ലപ്പെടുകയും സത്യദൈവം ഏതാണെന്ന് ജനത്തിന് വെളിപ്പെടുകയും ചെയ്തതായി നാം അവിടെ വായിക്കുന്നു.
കർത്താവിൻ്റെ ഒന്നാം വരവ് മുതൽ രണ്ടാം വരവ് വരെയുള്ള കാലഘട്ടത്തെ ഒരു ചെറിയ കാലയളവായിട്ടാണ് വചനം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാലം, ഇരുകാലം, അരക്കാലം, 3.5 വർഷം. ഉദാഹരണത്തിന്, 1-ാം നൂറ്റാണ്ടിൽ സംഭവിക്കാനിരുന്ന ജെറുസലേം നാശത്തെക്കുറിച്ചും തൻ്റെ വരവിനെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞത്, ഇതൊക്കെയും സംഭവിക്കുവോളും ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്നാണ്. മത്തായി 24:34 നമുക്കത് കാണാം. ഒരു തലമുറ എന്ന് പറഞ്ഞാൽ അനേക നൂറ്റാണ്ടുകളല്ലല്ലോ, 15-16 വാക്യങ്ങൾ. സർപ്പം സ്ത്രീയെ ഒഴുക്കി കളയേണ്ടതിന് അവരുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. സാത്താൻ സഭയെ ഒടുക്കി കളയുവാൻ എല്ലാവിധ തന്ത്രങ്ങളും പ്രവർത്തിക്കുന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വായിൽ നിന്നും നദി പോലെ വെള്ളം ചാടിച്ച് സഭയെ ഒഴുക്കി കളയുക എന്നതാണ്. വെള്ളം, ജനസമൂഹത്തിൻ്റെ പ്രതീകമാണ് വെള്ളം. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും തന്നെ നമുക്കത് മനസ്സിലാക്കാം. വെളിപ്പാട് 17:15 വാക്യം. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വീശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. സകല ജാതികളെയും സഭയ്ക്കെതിരെ ഉദ്യമിപ്പിച്ച് എങ്ങനെയും സഭയെ മുടിച്ചു കളയുവാനാണ് സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയുടെ ആരംഭം മുതൽ ഇന്നും സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും ദൈവത്തിൻ്റെ സംരക്ഷണയിൽ സൂക്ഷിച്ചിരിക്കുന്ന സഭയെ മുടിച്ചു കളയുവാൻ അവന് കഴിയില്ല. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഇതൊരു പ്രതീകാത്മക ചിത്രമാണ്. പഴയ നിയമത്തിൽ ഇതിന് സമാനമായ ഒരു സംഭവം നാം കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 16:31-32 വാക്യങ്ങൾ. അവൻ ഈ വാക്കുകളെ പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വായി തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. മോശയോട് മത്സരിച്ച കോരഹിനെയും കൂട്ടരെയും ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞതുപോലെ സഭയോട് മത്സരിച്ച് സഭയെ തകർക്കുവാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ജാതികളെ ദൈവം നശിപ്പിച്ച് കളയുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്നരുളി ചെയ്ത കർത്താവ് തൻ്റെ സഭയെ ഈ ഭൂമിയിൽ സകല ശത്രുക്കളിൽ നിന്നും സൂക്ഷിച്ച് പരിപാലിക്കുന്നു. 17 വാക്യം. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവർ. ദൈവകൽപ്പന പ്രമാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവർ ദൈവമക്കൾ അല്ലാതെ മറ്റാരുമല്ല, സഭാമക്കൾ, യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാർ. മത്തായി 12:49-50 വാക്യങ്ങൾ. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. എബ്രായ ലേഖനം 2:11-12 വാക്യങ്ങൾ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. ദൈവജനത്തോട്, സഭയോട് തുറന്ന യുദ്ധത്തിന് സാത്താൻ പുറപ്പെട്ടിരിക്കുകയാണ്. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. കടൽ ജനസമൂഹത്തിൻ്റെ പ്രതീകമാണ്. കടൽ ജനമഹാസമുദ്രമെന്ന് നാം പറയാറുണ്ടല്ലോ. വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്യാൻ ഏതോ സഹായി അന്വേഷിക്കുന്നത് പോലെ സാത്താൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിൽക്കുന്നു. ഈ മഹാസർപ്പം എന്തിനാണ് ഈ കടൽപ്പുറത്ത് നിൽക്കുന്നതെന്ന് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം. ദൈവീക വെളിപ്പാടുകൾ അപ്പോസ്തലന് ലഭിച്ച അതേ ആത്മാവിൽ ഗ്രഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പഠനം ഇവിടെ നിർത്തുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും
വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.